ഇതെണ്ണത്തിൻ്റെ ഒരു ഒച്ചയും കേൾക്കില്ല. വെള്ളിയാഴ്ചയായ മുമ്പ് കഴിക്കുക. അതാ ഇങ്ങനെ വന്ന് കിടക്കുക. അവിടെ ഒരു സാധനം അനങ്ങുണ്ടല്ലോ, ഒരു കുരുത്തടക്ക. ഇതാ കുരുത്തടക്ക. ഉറങ്ങിയിട്ടില്ലേ? നോക്കിയേ, രണ്ടും ഉറങ്ങിയിട്ടില്ലേ? അത് ഇതന്നെ പണി രണ്ടിനും. വെള്ളിയാഴ്ചയായ ഒരുത്തി മുമ്പ് കഴിച്ചാൽ അപ്പം വിളിക്കും. നോക്കട്ടെ നോക്കട്ടെ, ഈ മുമ്പ് കഴിച്ച അപ്പം വിളിക്കും അച്ഛനെ. വാ അച്ഛേ കിടക്ക. ഇതിന് മാത്രം എന്താ കിടക്കുക കിടക്കുക കിടക്കുക. അവൾക്ക് വെള്ളിയാഴ്ച മാത്രം ഓർമ്മ വരുന്നില്ല. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ കുട്ടി, നമ്മുടെ പൊന്നാണേ. നെടുവീർപ്പിടുക. ഡേച്ചു അച്ഛയുടെ വോൾഫും. ഓ കണ്ണ് മറക്കല്ലേ. ഉറങ്ങണ്ട നിങ്ങൾ? ഉറങ്ങൊന്നുമില്ല. ഇപ്പോ കളിച്ചങ്ങനെ കിടക്കും രണ്ടും കൂടി. ഇത് നോക്കിയേ. ഓ ഓ ഓ കിടക്കല്ലേ കിടക്ക. ഓ ആരോ വിളിക്കണ്ട അച്ഛനെ. കാല് വെച്ചിങ്ങനെ കേട്ടോ, കാലിന്റെ കാലും കയറ്റി വെച്ച് കിടക്ക്. അമ്പൂച്ചിക്ക് അച്ഛനെയാണോ അമ്മയാണോ? തുടങ്ങി കുശി. അമ്പൂച്ചിക്ക് അച്ഛനല്ലേ ഇഷ്ടം? അമ്പൂച്ചിക്ക് അച്ഛനല്ലേ കൂടുതൽ ഇഷ്ടം? അമ്പുവിന് അച്ഛനെ മാത്രല്ലേ ഇഷ്ടം? അവള് ഈ തതപിടിയെ കൊണ്ട് തോറ്റല്ലോ ഞാന് വിചാരിക്കണ്ടോ. മീശ പിച്ചട്ടെ, മീശ പിച്ചട്ടെ, വീശ വീശ പിച്ചട്ടെ, വീശ കടിക്കാൻ നോക്ക്. മീശക്കാരി മാധവി, ഉടുമ്പൽപേട്ട കൗണ്ടർ. മറ്റേ എന്തായിരുന്നു, ത്രീ കിങ്സിലെ രാജശേഖർ റെഡ്ഡി, വെങ്കടേശ്വര രാജശേഖര ഏതുകുല വെങ്കടേശ്വര രാജശേഖർ റെഡ്ഡി. ഷോ അതേപോലെ ഡേച്ചിന്റെ പേരൊന്ന് നീട്ടിണ്ടാക്കണം. സ്ഥലം അവള് വന്നോളും പൊതുപ്പിന്റെ ഉള്ളിലേക്ക് സ്വന്തമായിട്ട്. അടുത്ത മുടി കൊഴിയണ സീസൺ ആവാറായി. അതെ, ഫെബ്രുവരി എൻഡാകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് ആകുമ്പോഴേക്ക് റെഡി ആവേണ്ട എൻ്റെ കുട്ടിക്ക് ചെറിയ ചെറിയ മുടി വരും, കട്ടിയിലാറ്റ മുടി വരും അല്ലേ. ഇനി സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ റെഗുലറായിട്ട്. തണുപ്പ് പോയി തുടങ്ങിയാൽ എന്റെ കുട്ടി സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യണം റെഗുലറായിട്ട്. സ്വിമ്മിങ് ആയിരിക്കും. കേറി ഡേറ്റ് മണിയെ പറയുമ്പോ ഒച്ചാ തിരിഞ്ഞ ഒരൊറ്റ ഓട്ടാണ്. മതി എന്ന് പറഞ്ഞ അവസാനമായിട്ട് ഒരു 2 റൗണ്ടിന്റെ കുട്ടിക്ക് പോകണം. എവിടെ നാണേ കുഞ്ഞിപ്പല്ല ഒന്ന് നോക്കിട്ട് നാണെ കുഞ്ഞിപ്പല്ല അങ്ങനെയല്ല അങ്ങനെയല്ല. വായ അടക്കടാ ചക്ക അല്ല പെണ്ണെ. പൊന്നോ നോക്കണോക്ക്. എന്തെങ്കിലും കുത്തക്കേട് കാച്ചോ ചോദിച്ചാല് ഇങ്ങനെ ഇരിക്കുക. കുഞ്ഞിപ്പാറ് ഇരുന്നോ നീ? അമുന പൊന്നു പുറത്ത് പോയിരുന്നോ? പൊന്നു പുറത്ത് പോയിരുന്നോ? പൊന്നോ ഇല്ലാന്ന് കണ്ണടച്ച് കാണിച്ച്. അമ്പച്ചി അച്ചച്ച പോയോ? അച്ചച്ച എവിടെ പോയി? ടാറ്റ പോയോ? അടച്ച ചെവി അടച്ചു. അച്ചച്ച കുട്ടീനെ കൂട്ടാണ്ട് ടാറ്റ പോയോ? ഇപ്പൊ അച്ചച്ച അച്ചമ്മയൊക്കെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഒരു 4 2 വീട് അപ്പുറം കേട്ടാ. അതുകൊണ്ട് ഇപ്പൊ മിന്ത്യ ഇത് തുറന്ന ആരെങ്കിലും വന്നിട്ട് ഡോറ് തുറന്ന ഒരൊറ്റ ഓട്ടാണ് അങ്ങോട്ട്. കാണിച്ചു തരാട്ടാ കുഞ്ചു. നമുക്ക് ഉറങ്ങണ്ടടാ ഈ അമ്മ. ഈ അമ്മ പൊന്നേ അമ്മ നല്ല കുട്ടിയല്ലേ. 2 അടി കൊടുക്കട്ടെ അമ്മക്ക്? ഇവിടെ കൊടുക്കട്ടെ അടി. കൊടുക്കട്ടെ. അത് മാത്രം പിന്നെ മുമ്പ് പറഞ്ഞു, അമ്മ എന്നെ കുറിച്ചിട്ടിരിക്കുമ്പോ നിന്റെയൊക്കെ വർത്താനം എവിടെയടി? നിന്റെ നാക്കെന്താ ഇറങ്ങിപ്പോയാപ്പോ? ഉച്ചയ്ക്ക് ഓരോ അടി കിട്ടുമ്പോ അയ്യോ അമ്മ എന്നൊക്കെ പറയുമ്പോ നീ എവിടെയാ? എന്നിട്ട് അവിടെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ ചിരിച്ചിട്ട് ഹീന്നിരിക്കുന്നു. അമ്മന് ഇവിടെ തൊട്ടുമ്പോഴേക്കും അമ്മ തല്ലുമ്പോ ഇങ്ങനെ, അച്ഛനെ തല്ലുമ്പോ എങ്ങനെ എന്ത് പിടിച്ച് നക്കുക. അമ്മയല്ലേ അല്ലേ അമ്മയുടെ പൊന്നെ. ഇതാണോ കാല് വെച്ചിക്കണേ? ഈ കാല് കൈ ഞാൻ അതേപോലെ അല്ലെങ്കിലും നിങ്ങൾ 2 പേരും ഒരേപോലെ കിടക്കാറ്. സത്യമായിട്ടും ഞങ്ങൾ 2 പേരും സത്യമായിട്ട് ഒരുപോലെ കിടക്കുക. അതെ, ഞങ്ങൾ ഒതുങ്ങി കിടക്കും. മാറാലി പോലെ ഫുള്ള് കട്ടില്. ആരറിയാ നിന്റെ തള്ളാടി? നിന്റെ വൺ ആൻഡ് ഓൺലി തള്ള. ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം പോലും എനിക്കും എന്റെ കുട്ടിക്കും തരാത്ത പിന്നെ നിന്റെ തള്ളയുമായ ഈ സാധനം നമ്മളെ കുറ്റം പറയുന്നത് കണ്ടാലും മതി. ഞാനേ ഒരു തിരിയലോ അല്ലെങ്കിൽ ജസ്റ്റ് എന്റെ കയ്യോ വീണ് കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കും. പിന്നല്ലാണ്ട് നീ താഴെ കിടക്കുന്നു, താഴെ വീഴും. അങ്ങനെയാ ഞാൻ കിടക്കണോ? അത് ഡേറ്റ് മണി തിരിഞ്ഞതാ. അതേപോലെ ഇവൾക്ക് അച്ഛൻ കിടക്കണ ഭാഗത്ത് കൂടെ മാത്രമേ എനിക്കറിയൂ. അല്ല കയറാറ്. അമ്മേനെ ചവിട്ടി പോയാൽ അമ്മച്ച് വേദിച്ചു. അച്ഛന്റെ നെഞ്ചത്ത് 2 കഥകളി സ്റ്റെപ്പ് ഇട്ടിട്ട് പോയാലും വിഷയമല്ലല്ലോ. കുഞ്ഞുമണിയാണ്. അമ്മയുടെ സ്വത്താണ്. ഡേറ്റ് മണി മുട്ടക്കുട്ടിയാണേ എന്റെ. കണ്ടോടാ, അതാണ് അച്ചക്കുട്ടീനൊന്ന് എന്റെ അച്ചക്കുള്ള സ്നേഹം കണ്ടിട്ട് കണ്ടോ?
എനിക്ക് വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും ഇല്ല, അസൂയും കുശും പോണ ബ്ലഡിൽ പോരെ. എന്റെ കുട്ടി എന്റെ മേലെ ഒട്ടിക്കിടക്കും, എന്റെ കുട്ടി എന്നെ പക്ഷെ ഇന്ന് വെള്ളിയാഴ്ചയാണ് മോളെ, ഇന്ന് എന്റെ കുട്ടി എന്റെ കൂടെയാ. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നക്ക് ദുർഗാഷ്ടമി പറഞ്ഞ പോലെ ഇന്നക്ക് വെള്ളിക്കിഴമ. വെള്ളിയാഴ്ച അവളെ എങ്ങനെയാ അറിയാം അല്ല ഒറ്റ പോണില്ലാന്ന്. പക്ഷെ അവൾക്ക് രാവിലെ അറിയും, അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് പിന്നെ വേറെ ഒന്നും കേട്ടോ, വേറെ ദിവസം അച്ഛൻ ലീവാണെങ്കിലും അവള് ഇങ്ങനെയൊന്നും ചെയ്യൂല. വെള്ളിയാഴ്ച മാത്രമാണ് അവള് ഇങ്ങനെ വന്നിട്ട് കിടക്കും, എന്നിട്ട് വിളിക്കും, കടന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ വന്ന് വിളിച്ചോളും. അച്ഛക്ക് മീശ കട്ടിയില്ല, ഈതും കൂടെ വെച്ചിട്ട് അച്ഛൻ കട്ടി മീശ വെക്കട്ടെ. ഞാൻ അതിന്റെ ഒരു കുറവുണ്ട് അച്ഛേ.